വാശിയേറിയ പ്രചാരണം, ആരോപണ പ്രത്യാരോപണങ്ങൾ, പ്രാദേശിക തലത്തിലുള്ള വിഷയങ്ങൾ ഇതൊക്കെ സജീവ ചർച്ചയായ തെരഞ്ഞെടുപ്പിൽ ഇതാ രണ്ടാം ഘട്ടത്തിലേക്ക് വോട്ട് രേഖപ്പെടുത്താൻ പോകുന്നു വടക്കൻ കേരളം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത് 7 ജില്ലകളിലാണ്. ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത് 7 ജില്ലകളാണ്. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകൾ. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുന്നു. 6 മണിക്ക് മോക്ക് പോളിംഗ് ആരംഭിക്കും, 7 മണിക്ക് വോട്ടെടുപ്പ് ആരംഭിക്കും. ആദ്യം ഒരു റിപ്പോർട്ടിൽ നിന്ന് നമ്മൾ തുടങ്ങുകയാണ്. വിവിധയിടങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ തയ്യാറാണ്. അതിനു മുമ്പ് ആദ്യം ഒരു റിപ്പോർട്ടിലേക്ക്. വടക്കൻ കേരളത്തിലെ 470 പഞ്ചായത്തുകൾ, 77 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 7 ജില്ലാ പഞ്ചായത്ത്, 47 നഗരസഭ, 3 കോർപ്പറേഷനുകൾ എന്നിവിടങ്ങളിലെ വോട്ടേഴ്സാണ് ഇന്ന് പോളിംഗ് ബൂത്തിലെത്തുന്നത്. ഇതിൽ കണ്ണൂർ ജില്ലയിൽ 14ഉം കാസർഗോഡ് 2 വാർഡുകളിൽ സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. രണ്ടാം ഘട്ട വോട്ടെടുപ്പിനായി പോളിംഗ് ബൂത്തുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. വോട്ടിംഗ് യന്ത്രങ്ങളടക്കം ഏറ്റുവാങ്ങിയ സാമഗ്രികളുമായി പോളിംഗ് ഉദ്യോഗസ്ഥർ പോളിംഗ് ബൂത്തുകളിൽ എത്തിയിട്ടുണ്ട്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. രാവിലെ 6 മണിക്ക് മോക്ക് പോളിംഗ് തുടങ്ങും. 7 ട്രാൻസ്ജെൻഡറുകൾ ഉൾപ്പെടെ 1,53,37,176 വോട്ടേഴ്സാണ് സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നത്. രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന ജില്ലകളിൽ 2106 പ്രശ്നബാധിത ബൂത്തുകളും 18 അതീവ പ്രശ്നബാധിത ബൂത്തുകളുമുണ്ട്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നബാധിത ബൂത്തുകൾ ഉള്ളത് കണ്ണൂരിലാണ്, 1025 ബൂത്തുകൾ. മലപ്പുറത്ത് 277 പ്രശ്നബാധിത ബൂത്തുകളും 18 അതീവ പ്രശ്നബാധിത ബൂത്തുകളുമുണ്ട്. വയനാട്ടിൽ 64ഉം കാസർഗോഡ് 9ഉം കോഴിക്കോട് ജില്ലയിൽ 731 പ്രശ്നബാധിത ബൂത്തുകളാണുള്ളത്. പ്രശ്നബാധിത ബൂത്തുകളിൽ അധിക സുരക്ഷയും വെബ്കാസ്റ്റിംഗും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.